ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. യുദ്ധത്തിന്റെ മറവിൽ ഇന്ധനക്ഷാമം സൃഷ്ടിച്ച് വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ INTUC-യുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്ത മാർച്ചിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിനായി ആഹ്വാനം ചെയ്തു. യുദ്ധ സാഹചര്യങ്ങൾ മറയാക്കി രാജ്യത്ത് ഇന്ധനക്ഷാമം വരുത്തി തീർക്കാനും വില വർദ്ധിപ്പിക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തൃശൂർ CMS സ്കൂൾ പരിസരത്ത് നിന്നും അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. അതേ കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് കാണാൻ പോകുന്ന കാര്യം പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഒരു 2 മാസമൊന്നും നീങ്ങൂല. നമ്മൾ പ്രതീക്ഷിക്കുന്നു, വളരെ അറിവുള്ളവർ പറയുന്നു, 2 ആഴ്ചക്കപ്പുറത്തേക്ക്, പരമാവധി 3 ആഴ്ചക്കപ്പുറത്തേക്ക് വലിയ കർശനമായ നടപടികൾ വരാൻ പോവുകയാണ്. വീണ്ടും വിറകിനെ ആശ്രയിക്കേണ്ടി വരും. കടക്കമ്പാലങ്ങളിലേക്ക് കിട്ടുന്നതില്ല. ഹോട്ടലുകളിൽ ചായ കുടിക്കാൻ അവർക്ക് വർദ്ധന വരെ നിവൃത്തിയില്ല. അവരെ പണം കൂട്ടുന്നവരെ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പുറത്തിറങ്ങി ഒരു ചായ കിട്ടാനോ എന്തെങ്കിലും വിശക്കുമ്പോൾ ലഘുഭക്ഷണം കഴിക്കാനോ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് ആളുകൾ പോവുകയാണ്. പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ ഓരോ സംസ്ഥാനത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന അറിവുകൾ വളരെ ഭയാനകരമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ അടുത്ത ഇനി വാഹനങ്ങൾ ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് കുറവ് വരുത്തണം. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ മെട്രോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. നമുക്കെല്ലാം ഗ്രാമപ്രദേശങ്ങളും മെട്രോ ആണ്. മറ്റേ ആളുകൾക്ക് ട്രെയിനിൽ സഞ്ചരിക്കാൻ പറ്റും. ഗ്രാമാന്തരങ്ങളും നാട്ടുകളിലൊക്കെ പട്ടണപ്രദേശങ്ങളിലൊക്കെ ഈ വാഹനങ്ങൾ മാറ്റിയിടേണ്ടി വരുന്നത് തർക്കമില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾ കേന്ദ്ര സർക്കാർ ഉടൻ നിർത്തിവെക്കണമെന്നും പ്രധാനമന്ത്രിയുടെ 7 നിർദ്ദേശങ്ങൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ആവോക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് INTUC നേതൃത്വം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ജോളി, VA ഷംസുദ്ദീൻ, KK പ്രകാശൻ, TN കൃഷ്ണൻ, AT ജോസ്, KN നാരായണൻ, MR രവീന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. INTUC-യുടെ ജില്ലാ ഭാരവാഹികൾ, റീജിയണൽ പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, വിവിധ യൂണിയന്റെ പ്രവർത്തക സുഹൃത്തുക്കൾ, കേന്ദ്ര സർക്കാരിന്റെ പാചകവാതക ദൗർബല്യം, ആയിട്ടുള്ള ഇന്ധന വിലവർധന, പാചകവാതക വിലവർധന എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുന്ന പ്രതിഷേധ മാർച്ചും ധർണയുമാണ് ഇന്ന് തൃശൂർ ജില്ലയിൽ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.